നമസ്കാരം. രാജധ്വനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലിയ സശൻ. പ്രധാന വാർത്തകൾ. വിസ്ത അൽഫോൺസമ്മയുടെ തിരുനാൾ ഇടവക തലത്തിൽ ആഘോഷിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഈ വർഷത്തെ മതബോധന PTA ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. ACC വിദ്യാർത്ഥികൾ നടത്തിയ സ്കിറ്റ് ഗംഭീരമായി. വയോജനങ്ങളെ സന്ദർശിച്ച് സെന്റ് വിൻസെന്റ് പോൾ സംഘടന. വാർത്തകൾ വിശദമായി. വിശുദ്ധ അൽഫോൺസമ്മയുടെ തിരുനാൾ ഇടവക തലത്തിൽ ആഘോഷിച്ചു. ഭാരതത്തിലെ ആദ്യത്തെ വനിതാ വിശുദ്ധയായ അൽഫോൺസമ്മയുടെ തിരുനാൾ എല്ലാ വർഷവും ജൂലൈ 28-നാണ് തിരുസഭയിൽ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സെന്റ് അൽഫോൺസ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിൽ ഭക്തിനിർഭരമായി അൽഫോൺസമ്മയുടെ തിരുനാൾ ആഘോഷിച്ചു. വചന വായനകൾക്കും വിശുദ്ധയെ പരിചയപ്പെടുത്തുന്നതിനും യൂണിറ്റ് നേതൃത്വം നൽകി. പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു. കഷ്ടപ്പാടുകളിൽ ദൈവത്തിൽ ഉള്ള വിശ്വാസം നിലനിർത്തുന്നതിനും പ്രാർത്ഥനയും വിനയവും ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സ്നേഹത്തോടും ക്ഷമയോടും കൂടി മറ്റുള്ളവരെ സേവിക്കാനുള്ള കൃപ ലഭിക്കുന്നതിനു വേണ്ടി വിശുദ്ധ അൽഫോൺസമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച കേന്ദ്രസമിതി എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നു. തീരുമാനങ്ങൾ. ആഗസ്റ്റ് മാസത്തെ കുടുംബ സമ്മേളനങ്ങൾ 3-ാമത്തെയും 4-ാമത്തെയും ആഴ്ചകളിൽ ആയിരിക്കും. യൂണിറ്റ് അടിസ്ഥാനത്തിൽ ശേഖരിക്കുന്ന ഊട്ടുനേർച്ചയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഓഗസ്റ്റ് 12-ാം തീയതി ഉച്ചകഴിഞ്ഞ് വാഹനം വരുന്നതായിരിക്കും. ഓരോ വീടുകളിൽ നിന്നും നൽകാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അതത് യൂണിറ്റ് നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മതബോധന PTA ഈ വർഷത്തെ ജനറൽ ബോഡി യോഗം കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. ഇന്നത്തെ ലോകത്ത് അനേകം ആശയക്കുഴപ്പങ്ങളും തെറ്റായ പ്രബോധനങ്ങളും നിറഞ്ഞിരിക്കുന്നു. അതിനാൽ ശരിയായ വിശ്വാസബോധം അത്യന്താപേക്ഷിതമാണ്. അതിന് സഹായകമാകുന്ന തരത്തിലുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ്സാണ് അതിരൂപത കാറ്റകാറ്റിക്കൽ കൗൺസിൽ അംഗമായ ദീപ്തി ടീച്ചർ മാതാപിതാക്കൾക്ക് നൽകിയത്. തുടർന്ന് PTA ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛനും വിശ്വാസ പരിശീലന പ്രിൻസിപ്പളും മതബോധന PTA പ്രസിഡന്റും PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളും മതബോധന അധ്യാപകരും മാതാപിതാക്കളും പങ്കെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച ACC വിദ്യാർത്ഥികൾ നടത്തിയ സ്കിറ്റ് ഗംഭീരമായി. റോമാലേഖനം 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണത്താൽ രൂപാന്തരപ്പെടുവിൻ. ഈ വചനം ഇന്നത്തെ യുവജന ജീവിതത്തിന് വളരെ പ്രസക്തമാണ്. സോഷ്യൽ മീഡിയ, തെറ്റായ സ്വാധീനങ്ങൾ, ലഹരി, ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ച, നിരാശ തുടങ്ങിയവയുടെ നടുവിൽ ജീവിക്കുന്ന യുവാക്കളോട് ദൈവം പറയുന്നു, ലോകത്തെ അനുകരിക്കരുത്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ACC വിദ്യാർത്ഥികൾ സ്കിറ്റിലൂടെ നൽകിയത്. അവതരിപ്പിച്ച എല്ലാ ACC വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. വയോജനങ്ങളെ സന്ദർശിച്ച് സെന്റ് വിൻസെന്റ് പോൾ സംഘടന. വിശുദ്ധ അന്ന, വിശുദ്ധ ജോവാക്കിം എന്നിവരുടെ തിരുനാളിനോടനുബന്ധിച്ച് സെന്റ് വിൻസെന്റ് പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇടവകയിലെ 80 കഴിഞ്ഞ വയോജനങ്ങളെയും കിടപ്പ് രോഗികളായി വീടുകളിൽ കഴിയുന്നവരെയും സന്ദർശിച്ച് മധുരം പങ്കുവച്ചു. കഴിഞ്ഞ ഞായറാഴ്ച 2 വിശുദ്ധ കുർബാനകൾക്കും ശേഷം മാതൃവേദിയുടെ നേതൃത്വത്തിലുള്ള കർക്കിടക മരുന്ന് ഉണ്ടയും ആട്ടിൻ സൂപ്പും വിതരണം ചെയ്തു. സഹകരിച്ച എല്ലാ ഇടവക ജനങ്ങൾക്കും മാതൃവേദി നന്ദി അറിയിക്കുന്നു. അറിയിപ്പുകൾ. നമ്മുടെ ഇടവകയിലെ ഊട്ടുതിരുനാൾ ആഗസ്റ്റ് 2-ാം തീയതി ഞായറാഴ്ച കൊടികയറ്റത്തോടുകൂടി ആരംഭിക്കുന്നു. തുടർന്നുള്ള 12 ദിവസങ്ങളിൽ വൈകിട്ട് 6 മണിക്കായിരിക്കും കുർബാനയും തിരുകർമ്മങ്ങളും. ഓഗസ്റ്റ് 2 ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം KLM ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടായിരിക്കും. മരണാന്തര സഹായ ഫണ്ടിലെ അംഗങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരും ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നവോമി കൂട്ടായ്മയുടെയും മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഞായറാഴ്ച 2-ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കാറ്റഗിസം സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഞായറാഴ്ച 2-ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CLC മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 കൊയർ മീറ്റിംഗും പ്രാക്ടീസും ഉണ്ടായിരിക്കും. ഞായറാഴ്ച 4 മണിക്ക് മാതൃവേദി യോഗം. ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് ഊട്ടുതിരുനാൾ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഊട്ടുതിരുനാൾ അറിയിപ്പുകൾ. ഓഗസ്റ്റ് 2 ഞായറാഴ്ച
രാവിലെ 6:30 വിശുദ്ധ കുർബാന, തുടർന്ന് കൊടിയേറ്റം. നേതൃത്വം തിരുനാൾ കമ്മിറ്റി. 10 വിശുദ്ധ കുർബാന. ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം തിരുകുടുംബം കുടുംബ കൂട്ടായ്മ. ചൊവ്വ വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് പീറ്റർ ആൻഡ് സെന്റ് സേവ്യർ യൂണിറ്റുകൾ. ബുധൻ വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് ജോർജ് കുടുംബ കൂട്ടായ്മ. വ്യാഴം വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മ. വെള്ളി വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. ആദ്യവെള്ളി ആചരണം. നേതൃത്വം സെന്റ് അൽഫോൺസ കുടുംബ കൂട്ടായ്മ. തുടർന്ന് 7:30 നേർച്ചക്കഞ്ഞി വിതരണം. ശനി വൈകിട്ട് 6:30 തിരുകർമ്മങ്ങൾ. നേതൃത്വം ഇൻഫന്റ് ജീസസ് കുടുംബ കൂട്ടായ്മ. ഓഗസ്റ്റ് 9 ഞായർ രാവിലെ 6:30 വിശുദ്ധ കുർബാന. വൈകിട്ട് 4:30 മുതൽ 6 വരെ വിശ്വാസ പരിശീലനം. തുടർന്ന് 6 വിശുദ്ധ കുർബാന. തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് മേരീസ് സെന്റ് മിഖായേൽ കുടുംബ കൂട്ടായ്മകൾ. തിങ്കൾ വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് വിൻസെന്റ് ഇപ്പോൾ കുടുംബ കൂട്ടായ്മ. ചൊവ്വ വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം ലിറ്റിൽ ഫ്ലവർ കുടുംബ കൂട്ടായ്മ. ബുധൻ വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് ഫ്രാൻസിസ് അസീസി കുടുംബ കൂട്ടായ്മ. വ്യാഴം വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം സെന്റ് ജോസഫ് കുടുംബ കൂട്ടായ്മ. വെള്ളി വൈകിട്ട് 6 തിരുകർമ്മങ്ങൾ. നേതൃത്വം ക്രിസ്തുരാജ കുടുംബ കൂട്ടായ്മ. ഓഗസ്റ്റ് 15 ശനി രാവിലെ 7 വിശുദ്ധ കുർബാന. 10 ആഘോഷമായ തിരുനാൾ തിരുകർമ്മങ്ങൾ. തുടർന്ന് പ്രദക്ഷിണം. 11:30 ഊട്ടുനേർച്ച വിതരണം. വൈകിട്ട് 6:30 വാദ്യമേളം. ഓരോ യൂണിറ്റിൻ്റെയും കുർബാനയ്ക്ക് കാഴ്ച സമർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. ഊട്ടുതിരുനാളിനെ എല്ലാ ഇടവക ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് വികാരിയച്ഛൻ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച വായനകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് സെന്റ് സേവ്യർ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.